ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ശോഭന. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ശോഭന ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ, സംസ്ഥാന അവാർഡുകൾ ശോഭന സ്വന്തമാക്കിയിരുന്നു. വിവിധ ഭാഷകളിലായി മികച്ച അഭിനേതാക്കളോടൊപ്പം സ്ക്രീൻ പങ്കിടാൻ ശോഭനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലൂടെയാണ് തന്റെ വ്യക്തിത്വം രൂപപ്പെട്ടതെന്നും എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ താൻ സിനിമയിലേക്ക് വന്നെന്നും ശോഭന പറയുന്നു. മികച്ച സംവിധായകരോടൊപ്പവും കലാകാരന്മാരോടൊപ്പവുമുള്ള അനുഭവമാണ് തനിക്കൊരുപാട് പാഠങ്ങൾ സമ്മാനിച്ചതെന്നും അന്നത്തെ നായികമാർ തമ്മിൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നുവെന്നും ശോഭന പറഞ്ഞു. നടി സുഹാസിനിയുടെ നേതൃത്വത്തിൽ ഇടയ്ക്ക് ഒത്തുകൂടാറുണ്ടെന്നും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രേവതിയാണെന്നും ശോഭന കൂട്ടിച്ചേർത്തു. ഒരു കലാകാരി എന്ന നിലയിൽ കൂടുതൽ അറിവുകൾ പകർന്നു തന്നതും ആളുകളോട് വിനയത്തോടെ പെരുമാറാൻ എന്നെ പഠിപ്പിച്ചതും സിനിമ തന്നെയാണ്. സിനിമയിൽ നിന്ന് പുറത്തു കടന്ന ശേഷമാണ് എല്ലാവരും തമ്മിൽ നല്ല അടുപ്പമുണ്ടാകുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഉണ്ടാകാറുണ്ട്. സുഹാസിനിയാണ് മുൻകൈ എടുക്കുന്നത്. എന്റെ സ്വഭാവമെല്ലാം ആ കൂട്ടുകാർക്കറിയാം. തമാശയ്ക്ക് കളിയാക്കുകയും ചെയ്യും. പക്ഷേ അതേപോലെ സ്നേഹവുമുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ എന്ന് പറയുന്നത് രേവതിയാണ്. ഒരുപാട് വർഷങ്ങളായുള്ള സൗഹൃദം. ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കുകയൊന്നുമില്ല. എന്നെപ്പോലെ അവർക്കും ഒരുപാട് ജോലിയുണ്ട്, ശോഭന പറയുന്നു. മലയാളത്തിന്റെ ജനപ്രിയ താര ജോഡിയായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിച്ച തുടരും എന്ന സിനിമയാണ് ഉടനെ റിലീസാവാനുള്ളത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞ മാസം അവസാനം റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.